വയനാടിനെ നടുക്കിയ പുത്തുമല ദുരന്തത്തിന് ഇന്ന് 5 ആണ്ട്. മുണ്ടക്കൈക്കും ചൂരൽമലയ്ക്കും മുന്നേ വയനാട് കണ്ട വലിയ ഉരുൾപൊട്ടലായിരുന്നു പുത്തുമലയിലേത്. ഇവിടെ നിന്ന് ഒലിച്ചുപോയ 5 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഓഗസ്റ്റ് 8 പുത്തുമല ദുരന്തമുണ്ടാകുന്നത്. ആർത്തലച്ചെത്തിയ മലവെള്ളവും പാറക്കൂട്ടങ്ങളും 17 ജീവനുകൾ അപഹരിച്ചു. 12 പേരെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 5 പേരിപ്പോഴും കാണാമറയത്ത്. അന്നും കനത്ത മഴയായിരുന്നു. പച്ചക്കാട് നിന്നും മലയൊന്നാകെ പൊട്ടിയൊഴുകി നിറയെ ആളുകൾ താമസിച്ചിരുന്ന പുത്തുമലയിലേക്കെത്തി. വൈകിട്ടാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഓടിമാറാൻ പോലും കഴിയാതെ 17 ജീവനുകൾ മണ്ണിലമർന്നു. 58 വീടുകൾ പൂർണ്ണമായും തകർന്നു. പുത്തുമലയിലെ താമസക്കാരനായിരുന്ന പൂത്തറത്തൊടികയിൽ കുഞ്ഞു മുഹമ്മദിന് നഷ്ടമായത് ഉറ്റവരെയും ബന്ധുക്കളെയും. ഈ പാറ കാണുന്ന പാറ അവിടുന്ന് പൊട്ടിയിട്ട് കുറച്ച് ഭാഗേ പൊട്ടിയിട്ടുള്ളൂ. ഇത്രയും ഭാഗേ പൊട്ടിയിട്ടുള്ളൂ. പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഇങ്ങോട്ട് പോകണം. അതൊരു വീട് അവിടെ ഇവിടെ ഒക്കെ പാടായിട്ട് 10 സെന്റ് 10 സെന്റിൽ 5 സെന്റിൽ 8 സെന്റിലൊക്കെ വീടായിരുന്നു. എൻ്റെ അനിയൻ ഇന്ന് വരെയും കിട്ടിയിട്ടില്ല. ഹംസ എന്ന് പറഞ്ഞ ഒരു അനിയന്, അവന് 5 കൊല്ലമായിട്ട് ഇതുവരെ കിട്ടിയില്ല. ഈ 17 പേര് മരിച്ചു, 12 പേരെ കിട്ടിയുള്ളൂ. അതിൽ 5 പേരിൽ ഒരാള് നിങ്ങളുടെ അനിയനാണ്. എൻ്റെ നേരനിയന്. മലമുകളിൽ ഇന്നും താമസക്കാരനായുള്ളത് ശ്രീകുമാർ മാത്രമാണ്. അപ്പം ഞങ്ങൾ ഒരു വീട് അഡ്വാൻസ് ആയിട്ട് പോയി രാത്രി 10:30. ആ വീട് പോയത് ഞങ്ങൾക്കൊരു സിഗ്നലായിരുന്നു നമ്മളെ ഭരണകൂടത്തിന്. ആ വീട് പോയതുമായിട്ട് ബന്ധപ്പെട്ട് പിറ്റേന്ന് രാവിലെ 8 മണി മുതൽ 12-1 മണി വരെ ഇവിടെ 12 മണി 1 മണിക്ക് മുന്നേ ഇവിടുത്തെ എല്ലാവരും ഒഴിപ്പിച്ചു, മൊത്തം ഒഴിപ്പിച്ചു. അല്ല ഇപ്പം മുണ്ടക്കൈ സംഭവിച്ച പോലെ ഹെവി കാഷ്വാലിറ്റി ആകുകയായിരുന്നു സാർ. അപ്പം അങ്ങനെ ഒഴിപ്പിച്ച് ഞങ്ങളെല്ലാവരും സ്കൂൾ കൊണ്ടാക്കി. സ്കൂളിൽ നിന്ന് ഞങ്ങളെല്ലാം ഓരോ കുഴപ്പമൊന്നുമില്ലല്ലോ, പെയ്ത് പൊഴിഞ്ഞല്ലോ വെച്ചിട്ട് ഞങ്ങളൊരു 10-18 പേര് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. അവരായിരുന്നു അപകടത്തിൽപ്പെട്ട്. ഞാൻ പോകാതിരുന്നതെന്ന് പറഞ്ഞാൽ കാരണം ഇതിന് ഞാൻ പ്രകൃതി ഞാൻ അത്ര അറ്റാച്ച്ഡ് സാറേ, ഇൻസൈഡാണ്. പ്രകൃതിക്ക് എന്തെങ്കിലും കാഷ്വാലിറ്റി എനിക്കറിയാം. പ്രകൃതിയും ഞാനും തമ്മിൽ എന്താ പറയുക, ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എനിക്ക് വിട്ടു പോകാൻ പറ്റുന്നില്ല. ഉരുൾപൊട്ടിപ്പോയ ഇടമെല്ലാം വീണ്ടും പച്ച പിടിച്ചു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യജീവിതങ്ങൾ പഴയതുപോലായില്ല. ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് പുത്തുമലയും. നിതിൻ ഗോപിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, വയനാട്.